ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രനോട് വന്നിട്ട് സുശീല പറഞ്ഞിരിക്കുകയാണ്, ഞാനൊരു കാര്യം പറയാം, നിൻ്റെയും ഹർഷയുടെയും, അതായത് ഹർഷയുടെ ഇപ്പോഴത്തെ കുഞ്ഞ് നിൻ്റേതാണെന്നുള്ള സത്യം ഞാൻ എല്ലാവർക്കും മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തും. അതല്ല എങ്കിൽ നീ അവളെ ഒഴിവാക്കി അങ്ങ് പോന്നേക്ക് എന്നുള്ള ആ ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദ്രൻ ആകെ പ്രതിസന്ധിയിലാവുകയാണ്. ഈശ്വര, ഇത് അനുപമ അറിഞ്ഞാൽ എന്താവും എന്നുള്ളത്. അങ്ങനെ ഇന്ദ്രൻ കുടിച്ച് ലക്ക് കെട്ട് തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ കണ്ണൻ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഈ പറയുന്ന ഇന്ദ്രേട്ടൻ്റെ അമ്മ വന്നതിന് ശേഷമാണ് ഇന്ദ്രേട്ടൻ ഇങ്ങനെ ആയതെന്ന്. അങ്ങനെ ഇന്ദ്രനോട് അനുപമ കുടിച്ചു വന്നിരിക്കുന്ന ഇന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ്. അനുപമ, എന്താ ഇന്ദ്രേട്ട, ഇതിന് മാത്രം എന്താണ് നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറഞ്ഞത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, എന്തായാലും അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാം. പഴയതുപോലെയല്ല, ഞാനും ഇന്ദ്രേട്ടനും ഇനി രണ്ട് മനസ്സും രണ്ട് ശരീരവുമായി ഇനി ജീവിക്കരുത്, എല്ലാം എന്നോട് പറയണം. അപ്പോൾ അനു, ഞാൻ നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലോട്ട് കോടതി പിരിഞ്ഞതിന് ശേഷം മനസ്സുകൊണ്ട് ഒന്നുകൊണ്ടും ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല, ഒരു തരത്തിലും ഞാൻ വഞ്ചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ എന്നോട് ക്ഷമിക്കണാനു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ പൊട്ടി കരയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അനുഭവം പറയണേ, എനിക്ക് ഇന്ദ്രേട്ടനെ നന്നായി അറിയാം. ഇപ്പം എന്തായാലും ഇന്ദ്രേട്ടൻ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങി, എല്ലാതെയും കണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അനു. എന്നാലും അനു, നിന്നോട് എനിക്ക് ക്ഷമ പറയണമെന്ന് പറയണേട്ടോ. ക്ഷമിച്ചു, ഒക്കെ ക്ഷമിച്ചു, അതൊക്കെ ആയിക്കോട്ടെ. ഇന്ദ്രേട്ട ഇപ്പം കിടക്ക്, കാര്യമില്ലാതെ ഇപ്പോൾ മദ്യപിച്ച് എന്താ പറയുന്ന പോലും പരിസരബോധമില്ലാതെ നിന്നിട്ട് എന്താ കാര്യം? ഇന്ദ്രേട്ട ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനോട് ഉറങ്ങാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ നീക്കുകയാണ്. അപ്പോൾ ഇന്ദ്രനെ സഹിക്കാൻ കഴിയാത്ത തലവേദനയാണ്. അപ്പോൾ ഇന്ദ്രൻ തലപൊത്തി പിടിക്കുമ്പോൾ അനുപമ കോഫിയുമായി വരികയാണ്. ഈ കോഫി അങ്ങ് കുടിച്ചേക്ക്, ഇന്നലെ കുടിച്ചതിൻ്റെ കെട്ടങ്ങ് മാറിക്കോട്ടെ അനു. എന്നാലും അനു, നീയും മോനും തനിച്ചുള്ള ഈ വീട്ടിൽ ഞാൻ മദ്യപിച്ച് വരാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ആ സമയം കാണാൻ ഇന്ദ്രൻ്റെ മൊബൈൽ അടിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേ സമയം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ വരുന്ന ആ ഒരു സമയമായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു സംസാരം, ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പതറിപ്പോവാണ് ഈ പറയുന്ന ഇന്ദ്രൻ കേട്ടോ. തൻ്റെ അമ്മയുടെ ഫോൺ കോൾ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ അനുപമ ഈ ഫോൺ എടുത്ത്, ഇന്ദ്രേട്ടാ, ഇന്നലെ നിങ്ങൾ വന്നപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചില്ല, പക്ഷെ കണ്ണൻ എന്നോട് പറഞ്ഞു നിങ്ങളുടെ അമ്മ വന്നതിന് ശേഷമാണെന്ന്. എന്തായാലും നിങ്ങൾ ആ ഫോൺ എടുക്കാതിരിക്കണ്ട, നിങ്ങളുടെ അമ്മയല്ലേ, എടുത്തേക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ സമയം അനു, അത് എടുക്കണ്ട, അത് എടുത്താൽ എൻ്റെ മനസ്സമാധാനം പോവും, അത് കുഴപ്പമില്ല ഇന്ദ്രേട്ടൻ സ്പീക്കറിലിട്ട് സംസാരിക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ഈ ഫോൺ എടുക്കാൻ കേട്ടോ. അപ്പോൾ സുശീല പറയണേ, ഇന്ദ്ര, ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്താണ് തീരുമാനം എടുക്കുന്നത്? നീ എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ശരി, നീ അവളുടെ കൂടെ പൊറുത്തിക്കാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ അവളോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയും. പിന്നെ അവൾ തന്നെ നിന്നെ അങ്ങ് കാർക്കിച്ച് തുപ്പി, അവൾ തന്നെ അവിടെ നിന്നും അങ്ങ് പോകുമെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന അനുപമ ഇങ്ങനെ ഞെട്ടലോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. നീ തന്നെ തീരുമാനം എടുത്തോ, ഏതാനും മിനിറ്റുകളെ ഞാൻ നിനക്ക് തരുകയുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് ഒരു വരവ് വരുമെന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം ഇന്ദ്രനാണെങ്കിലോ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ്. തൻ്റെ അനുപമയുടെ മുന്നിൽ താൻ എന്ത് ഉത്തരമാണ് ഇവിടെ നൽകേണ്ടതെന്നും ഇന്ദ്രനെ അറിയില്ല. അങ്ങനെ അനുപമ ചോദിക്കുകയാണ്, ഇന്ദ്രേട്ട, നിങ്ങളുടെ അമ്മ ഭീഷണിപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അനു, അത് മുമ്പ് ഉണ്ടായ ഒരു കഥയാണ്, അതിപ്പോൾ ഞാനിവിടെ പറയണോ അനു? എന്തായാലും ഇന്ദ്രേട്ട, നമുക്കിടയിൽ ഇനി ഒരു രഹസ്യം വേണ്ട, നിങ്ങൾ പറയൂ എന്ന് പറയട്ടോ. ഇതേ സമയം സുശീലയാണെങ്കിലോ തൻ്റെ മകൻ്റെ തിരിച്ചൊരു ഫോൺ കോൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സുശീലക്ക് ഭ്രാന്ത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഓഹോ, അവൻ ഈ അമ്മയെ ധിക്കരിക്കാൻ മാത്രമായോ? എന്നാൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തവന് ഇനി ഒരു ജീവിതം വേണ്ട, അത് തന്നെ എൻ്റെ തീരുമാനം. എന്തായാലും ആ മൂദേവി എൻ്റെ മകനെ വിട്ടു പോയാലാണ് എനിക്ക് എല്ലാത്തിനും ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ, എല്ലാ കാര്യങ്ങളും നടത്താനും എനിക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. എൻ്റെ മകനൊപ്പം ഉണ്ടെങ്കിലാണ് എനിക്ക് പഴയ സുശീലയാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ വീട്ടിലോട്ട് പോകാൻ തീരുമാനം എടുക്കാൻ കേട്ടോ. ഇതേ സമയം അനുപമ ഇങ്ങനെ
ദേഷ്യത്തോടു കൂടി ഇന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇന്ദ്രൻ കഥകളെല്ലാം പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ സുശീല ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. ഇത് കാണുന്ന അനുപമ ഇങ്ങനെ ദേഷ്യഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഗേറ്റ് അങ്ങ് ചവിട്ടി തുറക്കാണ് സുശീല. അങ്ങനെ ഈ സമയം അകത്തോട്ട് കയറി വന്ന് ബെല്ലടിച്ചതിന് മുകളിലൂടെ ബെല്ലടിക്കുകയാണ്. അപ്പോഴേക്കും അനുപമ ഡോർ അങ്ങ് തുറക്കാണ് കേട്ടോ. ഈ സമയം എവിടെയാടി എൻ്റെ മകൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടോടെ അനുപമ പറയണേ, എന്താണാവോ നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് ഇനി ഒരു അലമ്പുണ്ടാക്കാൻ വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കുന്നു? നീ എന്താടി എന്നെ ചെയ്യുക? എൻ്റെ മകൻ പറയട്ടെ എന്നെ വേണ്ട എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് എൻ്റെ മകൻ പറയട്ടെ എന്ന് പറയട്ടോ. അത് പറഞ്ഞാൽ ഞാൻ പോവും. അവനെ എൻ്റെ മുഖത്ത് നോക്കി അത് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അവൻ പറയട്ടെ എന്ന് പറയട്ടോ. അപ്പോഴേക്കും ഇന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങി വരണം കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ, എടാ നീ എന്ത് തീരുമാനിച്ചു? ഇവളുടെ കൂടെ ജീവിക്കാനാണോ അതോ എൻ്റെ കൊണ്ട് എല്ലാ സത്യങ്ങളും ഇവർക്ക് മുന്നിൽ വിളമ്പണോ? എന്താ നീ തീരുമാനിച്ചിരിക്കുന്നത്? ഇവളെന്ന മൂദേവിയെ നീ ഒഴിവാക്കില്ലേ? അത് കേൾക്കുന്ന ഇന്ദ്രൻ അനുപമയെ എങ്ങനെ നോക്കണിട്ടോ. ഇതേ സമയം ഇന്ദ്രൻ എങ്ങനെ അനുപമയെ നോക്കുമ്പോൾ സുശീല പറയണേ, നീ എന്തിനാ അവളെ നോക്കുന്നത്? അവളെ നോക്കേണ്ടടാ. ധൈര്യമുള്ളവനാണെങ്കിൽ നീ എൻ്റെ പഴയ ഇന്ദ്രനായി നീ എൻ്റെ കൂടെ വാ. ഇവളെന്ന് നമ്മുടെ കുടുംബത്തോട്ട് കയറി വന്നു അന്ന് തുടങ്ങിയതാ നമ്മുടെ തലവേദന. അതുകൊണ്ട് നീ ഇറങ്ങി വാ എന്ന് പറയുന്നു കേട്ടോ. ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ, ഞാൻ വരുന്നില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അനുപമ ചോദിക്കുകയാണ്, വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, ഇനി എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു? പോയിക്കോളൂ എന്ന് പറയുന്നു കേട്ടോ. അത് കേട്ട ഉടനെ, ആഹാ ഇവൻ വരുന്നില്ല, ഇവൻ അത്രമാത്രം അങ്ങ് വളർന്നോ? ഈ സുശീലയെ ധിക്കരിച്ച് ഇവൻ നിന്റെ കൂടെ പൊറുതിക്കാണെങ്കിൽ ഈ സുശീലക്കും അറിയാം ഇവന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരാൻ എനിക്ക്. അത് കേൾക്കുന്ന അനുപമ, എന്തോന്ന് ചരിത്രമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഹർഷക്ക് ഇന്ദ്രട്ടനെ കൂട്ടിക്കൊടുത്ത ചരിത്രമാണോ? ഇത് കേൾക്കുന്ന സുശീല ആകെ ഞെട്ടി നിൽക്കണിട്ടോ. എന്താ ഇവളീ പറഞ്ഞത്? ഹർഷക്ക് ഇന്ദ്രനെ കൂട്ടിക്കൊടുത്ത ചരിത്രം? അത് കേട്ടിട്ടൊന്ന് ഭയക്കൂട്ടോ. എന്താ നിങ്ങൾക്ക് മറുപടിയില്ലേ? നീ ഹർഷയും ഇവനുമായി പല ബന്ധങ്ങളും ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാം. പക്ഷേ ഇപ്പോഴതല്ലല്ലോ. ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ടല്ലോ. നിനക്ക് ഇന്ദ്രന് 2 കുഞ്ഞുങ്ങളാണ്. അതായത് നിന്റെ വയറ്റിലൊന്നും അതുപോലെ തന്നെ ഹർഷയുടെ വയറ്റിലുള്ളത് കുഞ്ഞ് ഇന്ദ്രൻ്റേതാണെന്ന് പറയുന്നുണ്ടോ. ഇത് കേൾക്കുന്ന അനുപമ പറയാണ്, ആയിക്കോട്ടെ, അതിനെന്താ നിങ്ങൾക്ക് പ്രശ്നം? ഇന്ദ്രേട്ടൻ്റെ കുഞ്ഞാണെങ്കിൽ ഹർഷ പറയട്ടെ ഇന്ദ്രേട്ടൻ്റെ കുഞ്ഞിന് ചിലവിന് കൊടുക്കണമെന്ന്. അത് അമ്മ മകന് കൂട്ടിക്കൊടുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇതിൽ എന്തിനാ തലയിടുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ ഹർഷയോട് ഒരു DNA ടെസ്റ്റ് നടത്താൻ പറ. എന്നാൽ ഇന്ദ്രേട്ടൻ ആ കുഞ്ഞിൻ്റെ സംരക്ഷണം അങ്ങ് ഏറ്റെടുത്തോളും. ഇതുപോരെ അതോ ഇനി വേറെന്തെങ്കിലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല ആകെ, എന്താണിപ്പോൾ ഇവള് ഇങ്ങനെയൊക്കെ എന്നോട് മറുപടി പറയുന്ന? ഈശ്വര, ഞാനിത് ഈ ഒരു തുറപ്പിച്ചിട്ട് വെച്ച് എൻ്റെ മകനെ കൊണ്ടുപോകാമെന്ന് കരുതിയതാണ്. എന്താ അനുപമ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്നിട്ട് അനുപമ പിറകോട്ടങ്ങ് പോയിട്ട് ഒരു വെട്ടുകത്തി ഇങ്ങനെ എടുത്തിട്ട്, ഇന്ദ്രേട്ടാ ഞാനിപ്പോൾ പറമ്പിൽ പട്ടയൊക്കെ വെട്ടാൻ പോവുകയാണ്. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ വയസ്സും പ്രായമൊന്നും നോക്കില്ല കേട്ടോ, ഞാൻ വെട്ടും എന്നും പറഞ്ഞിട്ട് അനുപമ അങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഈ സമയം ഇന്ദ്രൻ സുശീലയുടെ മുഖത്തടിച്ച് ചോദിക്കണം, നിങ്ങളൊരു അമ്മയാണോ എന്ന് 10 പ്രാവശ്യം ചോദിച്ചാലും മതിയാവില്ല. ഒരു പെറ്റമ്മ ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളെല്ലാം നിങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ അനു പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മകനെ വേറൊരുത്തിക്ക് കൂട്ടിക്കൊടുത്തവളാണ് നിങ്ങൾ. എനിക്ക് ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവളോടുള്ള പക തീർക്കാനായിട്ട് എന്നെ കിടപ്പറയിലോട്ട് പറഞ്ഞയച്ച് എൻ്റെ ഡോറിന് കതക് പുറത്ത് കാവലായി നിന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ നല്ല ഒരു അമ്മയാണെന്ന് ഇനി നിങ്ങളെ പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി സ്വന്തം മകൻ്റെ കുടുംബജീവിതം തകർന്നാലും നിങ്ങൾക്ക് സുഖിക്കാൻ വേണ്ടി, നിങ്ങളുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടി, ഒരു മകനെ കിട്ടാൻ വേണ്ടി സ്വന്തം മകൻ്റെ കുടുംബജീവിതം തകർക്കാൻ നോക്കിയ നിങ്ങളെപ്പോലെ ഒരു അമ്മ എന്നൊരു വാക്ക് ഇനി നിങ്ങളിൽ ഉച്ചരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല. ഞങ്ങളെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തി എന്ന ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും
ഇത്രയും കാലം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രൂരതകളും കണ്ടില്ലെന്ന് വെച്ച് നടന്നത്. ഇനി അനുപമ പറയുന്നത് പോലെ വെട്ടുകത്തി തിരികെ വരുമ്പോൾ സ്വന്തം അമ്മയെ മകൻ വെട്ടിക്കുന്നു എന്ന ആ ഒരു ഇത് നാളെ ഉണ്ടാക്കിയെടുക്കേണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറയട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലും വലിയ ആ ഒരു ഭീഷണിയൊന്നും എൻ്റെ മുന്നിൽ ഇനി അനുപമയുടെ മുന്നിലും ഞങ്ങളുടെ കുടുംബം തകർത്താനൊന്നുമില്ലല്ലോ. എൻ്റെ അനു എന്നെ മനസ്സിലാക്കുമെങ്കിൽ തീർച്ചയായും ഇനി ഞങ്ങൾ മുന്നോട്ടുള്ള ജീവിതം നിങ്ങളില്ലാതെ സുഖകരമായി തന്നെ ജീവിച്ചു പോകുമെന്ന് പറയട്ടോ. അങ്ങനെ സുശീൽ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. എന്നാൽ ഈ സമയം ഇവിടെ നടന്നിരിക്കുന്നത് ഇന്ദ്രൻ കാര്യങ്ങളെല്ലാം അനുപമയുടെ മുന്നിൽ ഏറ്റു പറയുകയാണ് കേട്ടോ. അനു ഒരു സമയത്ത് എൻ്റെ അമ്മക്കൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ സോനയും ഈ പറയുന്ന ക്ഷാമ ആസ്പത്രിയിൽ കിടക്കുന്ന സമയത്ത് അമ്മ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ ഓക്കെയല്ല. എന്നാൽ നിന്നെ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് ഹർഷക്ക് ഇതേപോലെ ഒരു കുഞ്ഞുണ്ടായത് കൊണ്ട് തന്നെ രവി നാളെ അത് ചോദ്യം ചെയ്യും. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ അത് ഹർഷയുടെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാണെന്നോ അതോ ഇനി രവിയുടെ കുഞ്ഞാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള സത്യം തന്നെ ആ കുറ്റബോധം ആ നീറ്റിലും എന്നും എൻ്റെ മനസ്സിലുണ്ട് അനു. ഞാൻ അതിന് വേണ്ടി നിൻ്റെ കാല് പിടിക്കാൻ ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നീ എന്നെ ഒഴിവാക്കി പോകരുത്. ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഗംഗയിൽ പോയി കുളിച്ചതുപോലെ തന്നെ ഞാൻ എല്ലാം കൊണ്ടും ശുദ്ധ മനസ്സും ശുദ്ധ ശരീരവുമായിട്ടാണ് ഞാൻ അനു നിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ പൊട്ടി കരയാൻ കേട്ടോ. അങ്ങനെ A to Z വരെയുള്ള കാര്യങ്ങൾ ഇന്ദ്രൻ അനുപമക്ക് മുന്നിൽ പറയാണ്. ഹർഷ പറയുന്നു അത് ഇന്ദ്രേട്ടൻ എൻ്റെ കുഞ്ഞാണെന്ന്. പക്ഷേ എനിക്കതിൽ വിശ്വാസമില്ല. ഞാനും അവളുമായി അങ്ങനെ ഒരു കൂടിച്ചേരൽ ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവൾ എന്നെ കീഴ്പ്പെടുത്തി എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാത്തിനും അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് മുമ്പൊരിക്കൽ എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ എന്ന് പറഞ്ഞ് അത് പോയതിനെ തുടർന്ന് അവളുടെ കുടുംബജീവിതം തകരുമെന്നും രവിയേട്ടിൽ നിൽക്കാൻ ഒരു കുഞ്ഞു വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോലും അറിയാതെ അതിലോട്ട് വീണു പോയത് എന്നിങ്ങനെ പറയാണ് കേട്ടോ.